ഗൗരി ശങ്കരനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗരി ശങ്കറിനെ നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അജിത്തിനെയും ജോജുവിനെയും വിളിച്ച് നമ്മുടെ ശേഖർ പോകുന്നുണ്ട്. പുറത്ത് കൊണ്ടുപോയിട്ട് അജിത്തിനെയും ജോജുവിനെയൊക്കെ അടിക്കുന്നുണ്ട്. നിങ്ങളാണ് എൻ്റെ അനിയനെ ഇങ്ങനെ ആക്കിയത്, ഇനി നിങ്ങളിവിടെ കണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ ശങ്കർ ഭായിയോടുള്ള സ്നേഹം കൊണ്ടാണ് ശേഖരേട്ടൻ പറയുന്നതൊക്കെ ഞങ്ങൾ കേൾക്കുന്നത്. ഇപ്പോൾ ഈ അടി പോലും ഞങ്ങൾ കൊണ്ടത് ഞങ്ങളോ ഏട്ടത്തിയമ്മയോ അല്ല ശങ്കർ ഭായിക്ക് ഈ അവസ്ഥയിൽ ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശേഖർ അവരെ മാറി മാറി അടിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും അവരതൊന്നും കാര്യമാക്കുന്നില്ല. അവർ വീണ്ടും ഐസിയുവിൻ്റെ മുന്നിലേക്ക് തന്നെ വരുന്നുണ്ട്. അജിത്ത് ജോജുവിനോടും പറയുന്നുണ്ട്, നമ്മളെ തല്ലിയ കാര്യം ഏടത്തിയമ്മ അറിയണ്ട, എന്തിനാ പാവത്തിനെ വിഷമിപ്പിക്കണേന്ന് പറയുന്നു. അതേസമയം തന്നെ പിന്നെ രാധാമണി തങ്കച്ചി ഒരുപാട് കുറ്റം പറയുന്നുണ്ട്. ഇവളെൻ്റെ വീട്ടിലേക്കും എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്കും വന്നതോടുകൂടി ഞങ്ങൾക്ക് ഈ അവസ്ഥ വന്നതെന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീ പൊട്ടി കരയുന്നുണ്ട്. ആ സമയത്ത് വേണി വന്ന് വഴക്ക് പറയുന്നുണ്ട്. എന്തുറ്റാ അമ്മേ ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഗൗരീനെ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയുന്നുണ്ട്. അതിന് മുന്നേ തന്നെ ഗൗരീനെ ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട് നമ്മുടെ വേണി. ഗൗരി വേണിയുടെ നെഞ്ചത്ത് വീണ് കഴിഞ്ഞിട്ട് കരയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. ഏതായാലും എല്ലാവർക്കും അതൊരു അത്ഭുതമാണ്. കാരണം വേണി ഗൗരീനെ വഴക്ക് പറയുന്നൊരു പ്രതീക്ഷിച്ചിരുന്ന ചാരങ്ങാട്ട് വീട്ടുകാരാകെ നാണം കെടുന്നുണ്ട്. കാരണം വേണി അത്രയ്ക്കധികം മാറി എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് വേണി അച്ഛനോട് ശേഖരേട്ടനോട് പറയുന്നുണ്ട്, നമുക്ക് ശങ്കർ ഏട്ടനെ ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ ആദർശ് പറയുന്നുണ്ട്, വേണി ശങ്കറിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ച് വേണി പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട്. പിന്നെ സമാധാനത്തോടെ ചോദിക്കുന്നു എന്തേന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല, ശങ്കറിൻ്റെ അവസ്ഥ അത്രയ്ക്കും ക്രിട്ടിക്കലാണെന്ന് പറയുന്നു. അതേസമയം തന്നെ ഗൗരി എല്ലാവരോടുമായി പറയുന്നുണ്ട്, വടക്കുന്നാഥൻ ശങ്കറിനെ ഒരു രീതിയിലും വിഷമിപ്പിക്കില്ല, ശങ്കറിന് ഒരു ആപത്തുണ്ടാവില്ല, ശങ്കർ ഇത് തരണം ചെയ്യും. വടക്കുന്നാഥൻ ശങ്കറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലുത് എന്നേക്കാളും ഇഷ്ടം വടക്കുന്നാഥനാണ്, അതുകൊണ്ട് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു. അതേസമയം തന്നെ രാധാമണി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, മണ്ണാർശാലയിൽ വന്നു കഴിഞ്ഞിട്ട് ഭജന ഇരിക്കാം, എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് രാധാമണിയും ഒരുപാട് സങ്കടത്തോടെ തന്നെ ഓരോ വഴിപാടുകളൊക്കെ നേരുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ മണി അടിക്കുന്നുണ്ട്. അപ്പോൾ ഗൗരി ചോദിക്കുന്നുണ്ട്, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ക്ഷേത്രം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജോജി പറയുന്നുണ്ട് അപ്പുറത്ത് തന്നെ ഒരു ശിവക്ഷേത്രം ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ കാണിക്കുന്നത് ഗൗരി ആ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നും കഴിഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശിവനോട് ഓരോന്നോരോന്നായി ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. വടക്കുന്നാഥൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതല്ലേ, എന്നെയും കൊണ്ട് കൈപിടിച്ച് വരുമെന്ന് പറഞ്ഞല്ലേ, എൻ്റെ പെണ്ണിനെയും കൊണ്ട് വരുമെന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ എൻ്റെ വടക്കുന്നാഥ ഒരു ആപത്ത് പോലും ഉണ്ടാവരുത്, ശങ്കറിനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ജോജു അജിത്ത് ഓടി വരുന്നുണ്ട്. എന്താ ശങ്കറിൻ്റെ നിലയിൽ പുരോഗതി ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ശങ്കർ ഭായിക്ക് സീരിയസ് ആണ്, ഏട്ടത്തിയമ്മ അവിടെ വേണമെന്ന് പറയുമ്പോൾ ഗൗരി ആകെ തകർന്നു പോകുന്നുണ്ട്. അതിനുശേഷം ഗൗരി ഐസിയുവിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ ഓക്സിജൻ മാസ്ക് ഒക്കെ എടുത്ത് മാറ്റി ഡോക്ടർ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അതായത് ശങ്കർ ഭായി മരിച്ചു. ശരിക്കും ഗൗരിക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ ഗൗരി ഗ്ലാസ് തുറന്ന് ഓടി അകത്തേക്ക് കയറുന്നുണ്ട്, അനുവാദമൊന്നും മേടിക്കാതെ. അപ്പോൾ പിന്നെ ഗൗരിയുടെ പിന്നാലെ ആരങ്ങാട്ട് വീട്ടിലെ എല്ലാവരും, ആദർശും അച്ഛനും വേണി എല്ലാവരും കയറി പോകുന്നുണ്ട്. അതിനുശേഷം ശങ്കർ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എന്തിനാ ഓക്സിജൻ മാസ്ക് മുഖത്തുനിന്ന് മാറ്റിയത്, ചോദിച്ചത് കേട്ടില്ലേ, എന്തിനാ അത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ രാധാമണിയും പറയുന്നുണ്ട്, മറുപടി ഡോക്ടർ എന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ സോറി എന്ന് മാത്രം ഡോക്ടർ പറയുന്നുള്ളൂ. അതായത് ശങ്കർ മരിച്ചു, ശങ്കറിന് ജീവനില്ല എന്ന്. പിന്നെ ഗൗരി ശങ്കറിൻ്റെ നെഞ്ചത്ത് വീണും കഴിഞ്ഞിട്ട് ഓരോന്നായി എണ്ണി പറയുന്നുണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങളും ഇഷ്ടമായിരുന്നില്ല എന്നുള്ള കാര്യം, പിന്നീട് ഇഷ്ടം എന്നുള്ള കാര്യം, അങ്ങനെ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ശങ്കർ ഇല്ലെങ്കിൽ ഞാനും ജീവിച്ചിരിക്കില്ല, ശങ്കർ പോണ ആ നിമിഷം തന്നെ ഞാനും മരിക്കും. വടക്കുന്നാഥൻ കൂട്ടി യോജിപ്പിച്ചതല്ലേ നമ്മളെ, വടക്കുന്നാഥൻ എൻ്റെ മുന്നിലേക്ക് എൻ്റെ പെണ്ണിനെയും കൊണ്ട് വരണമെന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ ശങ്കറില്ലാത്ത നിമിഷം ഞാനും അവസാനിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഗൗരി ആ നെഞ്ചിൽ വീണ് കരയുമ്പോൾ പെട്ടെന്ന് തന്നെ ശങ്കർ ഭായിയുടെ വിരലൊക്കെ ഇറങ്ങുന്നുണ്ട്. ആ ഡോക്ടർക്ക് അത്ഭുതമാവുന്നുണ്ട്. പിന്നീട് ശങ്കർ ശരിക്കും ശ്വാസം വലിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് എല്ലാവരെയും ഡോക്ടർ മുറിയിൽ നിന്ന് പുറത്താക്കും. എല്ലാവരും പോകും. ആ സമയത്ത് ഗൗരി പോവില്ല. ഗൗരി ശങ്കറിൻ്റെ മീശയൊക്കെ ഇങ്ങനെ പിരിച്ച് മുകളിലേക്ക് വെച്ചിട്ട് കൊമ്പനാണെന്നും പറഞ്ഞ് പുഞ്ചിരിച്ചും കണ്ട് പുറത്തേക്ക് പോകും. പിന്നീട് എല്ലാവരും പുറത്തു നിന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഗൗരി മണിമുത്തശ്ശി മണിയടിച്ച് ഗൗരീൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് ഗൗരി ചാരങ്ങാട്ട് വീട്ടിലെ രാധാമണിനെയും അതുപോലെ തന്നെ മഹാദേവനോടൊക്കെ ഒരു വിഷമം വിചാരിക്കാതെ തന്നെ പെരുമാറുന്നുണ്ട്. അച്ഛാ നിങ്ങൾ പേടിക്കേണ്ട, ശങ്കറിനൊന്നും പറ്റില്ല, ഉറപ്പാണ്, വടക്കുന്നാഥൻ ശങ്കറിനെ തിരിച്ച് കൊണ്ടുപോകില്ല, അച്ഛനെ കുട്ടി ശങ്കറിന് നഷ്ടപ്പെടില്ല, അമ്മയ്ക്കും നഷ്ടപ്പെടില്ല, സ്വന്തം മകനെ എന്തായാലും ശങ്കർ ഇവിടെ ജീവിച്ചിരിക്കും, അത് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ് ഗൗരി എല്ലാവരെയും സമാധാനിപ്പിക്കുന്നുണ്ട്.
ആ സമയത്ത് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വരുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്, മരിച്ചു പോയ ആളാണ്. കുട്ടിക്കാലത്ത് ഞാൻ വായിച്ചിട്ടുള്ളൂ ഭർത്താവിനെ ജീവിപ്പിച്ച ഒരു സാവിത്രിയുടെ കഥ. ആ സാവിത്രിനെ ഞാൻ നേരിട്ട് കണ്ട് ഗൗരി, നീ ഇനിയിപ്പോൾ ശങ്കറിന് ശരിക്കും ജീവൻ കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ശങ്കറിനൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ശങ്കറിനെ പോയി കാണാമെന്ന് പറയുമ്പോൾ എല്ലാവരും ഐസിയുവിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറുന്നുണ്ട്, ഗൗരി ഒഴിച്ച്. അപ്പം പ്രൊഫസർ ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്താ ശങ്കറിനെ കാണാൻ പോകാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മുന്നേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ശങ്കറിന് ഇഷ്ടമല്ലാത്തതോ വിഷമിപ്പിക്കുന്നതായ രീതിയിൽ ഒന്നും പറയരുതെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയായിരിക്കും ഗൗരി അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. കാരണം ഗൗരിനെ കാണുന്നത് ചിലപ്പോൾ ശങ്കറിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗൗരി അവിടെ നിന്ന് മാറി നിൽക്കുന്നത്. ഗൗരി മാത്രം പുറത്തു നിന്ന് അച്ഛൻ പോയി കണ്ടിട്ട് വാന്ന് പറഞ്ഞ് പ്രൊഫസറേയും നമ്മുടെ ഗൗരി അങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഉള്ളിലേക്ക് പോയപ്പോൾ ഗൗരി മാത്രം ആ ഗ്ലാസിൻ്റെ പുറത്തു നിന്ന് ശങ്കറിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.